വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom 6th സെമസ്റ്ററിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. എന്നാ പിടിച്ചോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ബേസിക്സ് ആണ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്താണ് എന്നുള്ളത് നോക്കാം. അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ. ഇനി ആ സെയിം ഏരിയയിൽ തന്നെ ഉള്ള 1-2 ചോദ്യങ്ങൾ കൂടി പറയാണ്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഡെറിവേറ്റീവ്സിൽ അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോ ക്ലാസിഫിക്കേഷൻ നോക്കാം. അതിൽ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ട്രേഡിംഗ് മെക്കാനിസം, ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ട്രേഡിംഗ് മെക്കാനിസം അതുപോലെ തന്നെ ഇക്കണോമിക് ഫങ്ഷൻസ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. ഇക്കണോമിക് ഫങ്ഷൻസ് ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്, ഓക്കെ. അപ്പോൾ ഇതൊക്കെ ബേസ് ആണ് ഡെറിവേറ്റീവ്. ഇനി ഇതിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ചോദ്യമാണ് പാർട്ടിസിപ്പൻസ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്. പാർട്ടിസിപ്പൻസ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബേസിക് ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. നിർബന്ധമായി നോക്കാം. ഇനി നെക്സ്റ്റ് അതിൽ തന്നെ കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഫ്യൂച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഫ്യൂച്ചേഴ്സ് എന്താണ്? ഫ്യൂച്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സ് ചോദിക്കാറുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ കറൻസി ഫ്യൂച്ചേഴ്സ് എന്താണ് നിർബന്ധമായി നോക്കിയിരിക്കണം. പിന്നെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ഞാൻ പറഞ്ഞു ഫീച്ചേഴ്സ് നോക്കണം. ടൈപ്സ്, അതിൽ കറൻസി ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യത്തിൽ കറൻസി ഫ്യൂച്ചേഴ്സ് വേഴ്സസ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്, ഇതിൻ്റെ ഡിഫറൻസ് മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കി വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഇൻ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ ഫ്യൂച്ചേഴ്സിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതിരിക്കുക, റിപ്പീറ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേംസ് associated with ഓപ്ഷൻ കോൺട്രാക്ട്. അതുപോലെ തന്നെ സ്വാപ്പ് കോൺട്രാക്ട്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ വരാറുണ്ട്. കോൺട്രാക്ട്
ഓപ്ഷൻ കോൺട്രാക്റ്റിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടൈംസ് സ്വാപ്പ് രണ്ടും മാറി മാറി കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങളാണ്. എപ്പോഴും ഒരെണ്ണം വരാറുണ്ട്, അങ്ങനെ ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് നൽകാം. ഫോർവേഡ് കോൺട്രാക്ട്, ഫോർവേഡ്സ് വേഴ്സസ് ഓപ്ഷൻസ് ഡിഫറൻസ് ആണ്. നെക്സ്റ്റ് ഫ്യൂച്ചേഴ്സ് വേഴ്സസ് ഓപ്ഷൻസ് മറ്റൊരു ചോദ്യം. പിന്നെ സ്വാപ്സ് വേഴ്സസ് ഫ്യൂച്ചേഴ്സ്, സ്വാപ്സ് വേഴ്സസ് ഫ്യൂച്ചേഴ്സ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡിഫറൻസ് ബിറ്റ്വീനിൽ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഓപ്ഷൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കാം, നോക്കി വയ്ക്കണം. നെക്സ്റ്റ് സ്വാപ്സും ഫ്യൂച്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞു. മറ്റൊരു ചോദ്യം, ഫാക്ടേഴ്സ് ദാറ്റ് contribute to the growth of derivative market, മറ്റൊരു ചോദ്യം. അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ളതാണ്. ഇനി ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ലിമിറ്റേഷൻസ് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഫോർവേഡ് കോൺട്രാക്റ്റ് എന്താണ് അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്യാഷ് മാർക്കറ്റും ഡെറിവേറ്റീവ് മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കോളൂ. ക്യാഷ് മാർക്കറ്റ് വേഴ്സസ് നടന്നുള്ളൂ ഞാൻ ഡെറിവേറ്റീവ് മാർക്കറ്റ് നിർബന്ധമായി നോക്കാം. മറ്റൊരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി പറയാനുള്ളത് റെഗുലേറ്ററി അതോറിറ്റി of derivative trading in India. ലാസ്റ്റ് പറയാനുള്ളത് സ്വാപ്സ് ആണ്. സ്വാപ്സിൽ നിന്ന് എപ്പോഴും റിപ്പീറ്റ് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. സ്വാപ്സ് എന്താണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 5 മാർക്സിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് 8 എണ്ണം കിട്ടും. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ക്ലാസിഫിക്കേഷൻ എസ്പെഷ്യലി ഓൺ ദി ബേസിസ് ഓഫ് ട്രേഡിംഗ് മെക്കാനിസം, പിന്നെ എക്കണോമിക് ഫങ്ഷൻസ് ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്, പാർട്ടിസിപ്പൻസ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്, കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എന്താണ്, പിന്നെ ഫ്യൂച്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ടൈപ്സ്, കറൻസി ഫ്യൂച്ചർ വേഴ്സസ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ, ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഇൻ സ്റ്റോക്ക് ഫ്യൂച്ചർ, ഇമ്പോർട്ടൻറ്റ് ടേംസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ കോൺട്രാക്ട്, അതുപോലെ തന്നെ സ്വാപ്പ് കോൺട്രാക്ട്. ഡിഫറൻസ് ബിറ്റ്വീനിൽ ഏതെങ്കിലും ഒരെണ്ണം ഫോർവേഡ് വേഴ്സസ് ഓപ്ഷൻ, ഫ്യൂച്ചർ വേഴ്സസ് ഓപ്ഷൻ, സ്വാപ്സ് വേഴ്സസ് ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ്റെ ഫീച്ചേഴ്സ്, ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദി ഗ്രോത്ത് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ്, ദെൻ ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ലിമിറ്റേഷൻസ്, ക്യാഷ് മാർക്കറ്റും ഡെറിവേറ്റീവ് മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ്, റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇൻ ഇന്ത്യ, സ്വാപ്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.